പശ്ചിമേഷ്യയിൽ വീണ്ടും സർവനാശത്തിന്റെ യുദ്ധകാഹളം. ജോർദാനിലെ മിസൈൽ വർഷത്തിന് പകരമായി ഇറാനിൽ അമേരിക്കയുടെ അതിശക്തമായ വ്യോമാക്രമണം. സമാധാന ചർച്ചകൾക്കൊടുവിൽ പശ്ചിമേഷ്യ ശാന്തമാകുന്നുവെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയാണ്. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മേഖലയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ജോർദാനിലെ തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് അതിശക്തമായ മറുപടിയുമായി അമേരിക്കൻ സേനയും ഇറാനിൽ കനത്ത വ്യോമാക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിനിടെ ഈജിപ്തിലെ അമേരിക്കൻ വാതക ടാങ്കറിന് നേരെയും ഡ്രോൺ ആക്രമണം നടന്നു. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ വീണ്ടും വഴുതി വീഴുകയാണോ? ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പകരമായി ഇറാനിൽ കനത്ത വ്യോമാക്രമണം നടത്തി അമേരിക്കൻ സൈന്യം. സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതിനായി കഴിഞ്ഞ ഒരാഴ്ചയായി ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഈ ശാന്തത വെടിഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ സേന വീണ്ടും അതിശക്തമായ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധം വീണ്ടും രൂക്ഷമാവുകയും ഇറാന്റെ സഖ്യകക്ഷികൾ വീണ്ടും യുദ്ധമുഖത്തേക്ക് കടന്നു വരികയും ചെയ്തിരിക്കുകയാണ്. മധ്യപൂർവേഷ്യയിലെ തങ്ങളുടെ സേനയ്ക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾക്കുള്ള അതിശക്തമായ മറുപടിയാണ് ഈ വ്യോമാക്രമണങ്ങളെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ബുധനാഴ്ച രാത്രിയോടെ ഇറാനെതിരെ കനത്ത ആക്രമണ പരമ്പര പൂർത്തിയാക്കിയതായി സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഡസൻ കണക്കിന് സൈനിക കമാൻഡ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലാണ് അമേരിക്ക ബോംബ് വർഷിച്ചത്. അതിർത്തി പ്രദേശമായ പിരാൻ ഷഹറിൽ അമേരിക്കൻ ആക്രമണം നടന്നതായി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ആളൊഴിഞ്ഞ പ്രദേശത്താണ് മിസൈൽ പതിച്ചതെന്നും ആളപായമില്ലെന്നും വാർത്താ ഏജൻസി വ്യക്തമാക്കി. ഇതിനിടെ ഇറാന്റെ 5 മിസൈലുകൾ തങ്ങൾ വിജയകരമായി തടഞ്ഞതായി ജോർദാൻ സൈന്യവും അറിയിച്ചിട്ടുണ്ട്. ജോർദാനിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ മിസൈലുകൾ തൊടുത്തുവിട്ടതെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. അമേരിക്കൻ ഇറാൻ ആക്രമണങ്ങൾക്ക് പുറമെ മറ്റ് മേഖലകളിലേക്കും യുദ്ധം വ്യാപിപ്പിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാഖിലെ തീവ്രവാദ താവളങ്ങളിൽ സൗദി അറേബ്യയും അമേരിക്കയും സംയുക്തമായി ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് സഖ്യരാജ്യമായ ഇസ്രായേൽ ആരോപിച്ചു. അതേസമയം ഈജിപ്തിലെ മെഡിറ്ററേനിയൻ തുറമുഖമായ ഡാമിയേറ്റയിൽ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള ഗ്യാസ് സ്റ്റോറേജ് ടാങ്കറിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നതായി ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി സ്ഥാപനമായ ആംബ്രെ റിപ്പോർട്ട് ചെയ്തു. തുറമുഖത്ത് തീപിടുത്തമുണ്ടായതായി ഈജിപ്തിലെ പെട്രോളിയം മന്ത്രാലയം സ്ഥിരീകരിച്ചെങ്കിലും ഡ്രോൺ ആക്രമണത്തെക്കുറിച്ചോ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചോ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടുന്നതാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പശ്ചിമേഷ്യയിൽ അരങ്ങേറിയ ഈ സംഭവ വികാസങ്ങൾ. ഭാവിയിൽ സ്വീകരിക്കേണ്ട നയതന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ച് അമേരിക്കൻ ഇറാൻ നേതൃത്വങ്ങൾക്ക് ഇപ്പോഴും വ്യക്തതയില്ല എന്നത് ലോകരാജ്യങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.